മംഗല്യതാലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ഹരിയുടെ ഊഹം തെറ്റിയില്ല. അവൻ കെട്ടിപ്പിടിച്ചതും ഭദ്ര വേഗം കണ്ണു തുറന്നു. എന്നിട്ട് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ തന്നോട് ചേർന്ന് കിടക്കുന്നവനെ കണ്ടത്. അവൻ കണ്ണു തുറന്ന് അവളെ ഒന്നു നോക്കി. സമയം ഒരുപാടായല്ലോ ഹരിയേട്ടാ, ഞാനും ഉറങ്ങിപ്പോയി. സാരമില്ലെന്നേ, ഒരുപാട് ലേറ്റായില്ലേ നമ്മൾ കിടന്നത്. അവനും കിടക്ക വിട്ട് എഴുന്നേറ്റുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. എന്നാലും ഹരിയേട്ടൻ പറഞ്ഞതല്ലേ നേരത്തെ വിളിക്കണമെന്ന്. സോറി കേട്ടോ. ടെൻഷൻ ആകണ്ടെന്നേ, താൻ ചെന്നിട്ടൊരു ചായയൊക്കെ ഇട്ട് വയ്ക്ക്. ഞാനൊന്ന് ഫ്രഷായിട്ട് വേഗം വരാം. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകിയ ശേഷം ഭദ്ര പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പുറത്തേക്ക് വെച്ചു. ചായ ഇടുവാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ആവശ്യത്തിനുള്ള പാലും വെള്ളവും ചേർത്ത് അടുപ്പയിലേക്ക് വെക്കുകയാണ്. പുട്ടും കടലക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കാൻ അവൾ തീരുമാനിച്ചത്. കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോഴേക്കും ഹരി അവിടേക്ക് വന്നിരുന്നു. ഭദ്ര അവനൊരു കപ്പിലേക്ക് ചായ പകർന്നെടുത്തു കൊടുത്തു. ചായയും വാങ്ങിയിട്ട് അവൻ ഉമ്മറത്തേക്ക് പോയി. ഭദ്ര വേഗത്തിൽ നാളികേരമൊക്കെ തിരുമ്മിയെടുത്തു കൊണ്ടുവന്നിട്ട് പുട്ടുണ്ടാക്കുവാൻ തുടങ്ങി. അടുത്ത അടുപ്പിലേക്ക് കുക്കറിൽ കടലക്കറിക്ക് വേണ്ടിയുള്ളതും വെച്ചു. ഐശ്വര്യയാണെങ്കിൽ നന്നായി ഒന്ന് മിനുങ്ങി ഒരുങ്ങിയാണ് ഇറങ്ങി വന്നത്. ഓഫീസിലേക്ക് ആദ്യമായി പോകുന്നതുകൊണ്ട് അവൾക്ക് ലേശം ആഡംബരം കൂടിയതുപോലെ എനിക്ക് തോന്നി. ഒരു ബനാറസി സാരിയും സ്ലീവ്ലെസ് ബ്ലൗസുമാണ് അവളുടെ വേഷം. ആഭരണങ്ങളായി ധരിച്ചിരിക്കുന്നത് ഇത്തിരി മിതമായിട്ടാണെങ്കിലും അവളുടെ മേക്കപ്പൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അച്ഛനോടും അമ്മയോടുമൊക്കെ യാത്ര പറഞ്ഞ ശേഷം അനിരുദ്ധൻ്റെ ഒപ്പം ഐശ്വര്യ ഓഫീസിലേക്ക് പുറപ്പെട്ടു. വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ അവൾ മഹാലക്ഷ്മിയെ വിളിച്ച് തങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിവരം അറിയിച്ചു. മോൾ ഇങ്ങോട്ട് പോരെ, അമ്മയുടെ ഉണ്ട് കേട്ടോ. അതീവ വാത്സല്യത്തോടെ മഹാലക്ഷ്മി അവളോട് പറഞ്ഞു. കലിമില്ലാന്ന് ഐശ്വര്യ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അനിരുദ്ധൻ്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. എന്താണ് അമ്മയുടെ നീക്കമെന്ന് യാതൊരു ഊഹവും അവന് കിട്ടുന്നില്ലായിരുന്നു. മഹാലക്ഷ്മി പറഞ്ഞതിനേക്കാൾ 10 മിനിറ്റ് മുന്നേ ഇരുവരും ഓഫീസിൽ എത്തിച്ചേർന്നു. അനിരുദ്ധൻ്റെ ഒപ്പം അല്പം ഗർവോട് കൂടിയാണ് ഐശ്വര്യ കയറി വന്നത്. മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ അടുത്തേക്ക് വന്നതും മഹാലക്ഷ്മിയും അവിടുത്തെ സ്റ്റാഫും ഒക്കെ ചേർന്ന് വലിയൊരു വെൽക്കം പാർട്ടിയായിരുന്നു അവർക്കായി അറേഞ്ച് ചെയ്തത്. മഹാലക്ഷ്മി വന്നിട്ട് സ്നേഹത്തോടെ മകളെ ആനയിച്ചപ്പോൾ അവൾ പിന്നെയും നെഗളിച്ചു. ഇനി എൻ്റെ മൂത്ത മകനും മരുമകളും ചേർന്ന് നമ്മുടെ കമ്പനി നോക്കി നടത്താൻ പോകുന്നത്. എനിക്കിത്രയും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് എൻ്റെ ശിഷ്ടജീവിതം ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. മക്കളുടെ കാലമായി, അവർ വേണ്ട പോലെ എല്ലാം കൈകാര്യം ചെയ്യട്ടെ. ഞാനിനി കുറച്ചു നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും യാത്രകളൊക്കെ നടത്തുവാൻ തീരുമാനിച്ചു. എൻ്റെ മുഖം ഇങ്ങനെ എന്നും കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായില്ലേ പിള്ളേരെ? എല്ലാവർക്കും ബോറടിച്ച് കാണും അല്ലേ? അമ്മ പറയുന്ന ഓരോ വാചകങ്ങളും കേട്ടപ്പോൾ അനിരുദ്ധൻ ചെറുതായി ഒന്ന് ഞെട്ടി. ഹരി പുതിയ കുറച്ച് ഇടപാടുകളായി ബിസിയായി. അതുകൊണ്ട് അവനിനി നമ്മുടെ ഓഫീസിലേക്ക് ഇല്ലെന്നാണ് പറയുന്നത്. കുട്ടികളല്ലേ, അവർക്കൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കാണുമല്ലോ. നമ്മൾ പേരൻസ് അവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഹരിയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തമായി മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ഞാനും കരുതി. ഇത് ഐശ്വര്യമോൾ, അനിരുദ്ധൻ്റെ ഭാര്യ. നിങ്ങളെയൊക്കെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ? മഹാലക്ഷ്മി തൻ്റെ സ്റ്റാഫിനെ നോക്കി വീണ്ടും തുടർന്നു. ശേഷം ഐശ്വര്യയുടെ കുടുംബത്തെക്കുറിച്ചും വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുമൊക്കെ വാനോളം പുകഴ്ത്തി. ഇന്ദു, തിരിഞ്ഞവർ വിളിച്ചപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഐശ്വര്യമോൾക്ക് കൈമാറുവാണ്. മോളുടെ കയ്യിൽ ഭദ്രമായിരിക്കും ഈ കമ്പനിയുടെ കീയെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. സന്തോഷത്തോടു കൂടി അവർ ഐശ്വര്യയുടെ കയ്യിലേക്ക് ആ ബോക്സ് കൊടുത്തു. ആദ്യം അത് വാങ്ങുവാനായി ഐശ്വര്യ ഒന്നും മടിച്ചു. പക്ഷേ അവൾക്ക് കോൺഫിഡൻസ് വാരി വിതറിയാണ് മഹാലക്ഷ്മി അത് കൈമാറിയത്. അനിരുദ്ധൻ മാത്രം ഒരക്ഷരം പോലും ഉരിയാടാതെ വെറുതെ നിൽക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ ഏറെക്കുറെ അവന് ബോധ്യപ്പെടുകയായിരുന്നു. താൻ ഒരിക്കലും കരുതിയതല്ല അമ്മ ഹരിയെ ഇവിടെ നിറക്കി വിടുമെന്നുള്ളത്.
അവനെ നൈസായിട്ട് ഒഴിവാക്കി കളഞ്ഞിട്ട് പുതിയ കരുക്കൾ അമ്മ നീക്കി തുടങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഐശ്വര്യയുടെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിച്ചതും. അമ്മയുടെ കുതന്ത്രങ്ങളെപ്പറ്റി ഏകദേശം ധാരണ അവനും അറിയാൻ കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ മഹാലക്ഷ്മിയുടെ നോട്ടം അനിരുദ്ധിനേക്ക് പാളി വീഴുന്നുണ്ട്. അവൻ്റെ മുഖത്തെ ദയനീയ ഭാവം അവർ കണ്ടില്ലെന്ന് നടിച്ചു. ഐശ്വര്യയ്ക്ക് ആശംസകളും നേർന്നുകൊണ്ട് സ്റ്റാഫ് ഓരോരുത്തരും മുന്നോട്ട് വന്നപ്പോൾ അനിരുദ്ധൻ ഒരു കോണിലേക്ക് ഒഴിഞ്ഞു മാറി. അവന് ശരിക്കും സങ്കടം വന്നുപോയി. ഹരിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതെന്താണെന്ന് ഓർത്തപ്പോൾ അനിരുദ്ധൻ്റെ ഹൃദയം നുറുങ്ങി. മോനെ അനിക്കുട്ട, മഹാലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. നീ എന്താടാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ടൊന്ന് വന്നേ, ഐശ്വര്യമോള് വിളിക്കുന്നു. അതീവ സന്തോഷത്തോടു കൂടി മഹാലക്ഷ്മി പറഞ്ഞതും അനിരുദ്ധൻ അവരെ ദേഷ്യത്തിൽ നോക്കി. ആരോട് ചോദിച്ചിട്ടാ അമ്മ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തത്? ഈ കമ്പനിയുടെ ഗുഡ്വിൽ അത് മുഴുവനും അമ്മ കളഞ്ഞു കുളിച്ചില്ലേ? അവൻ മഹാലക്ഷ്മിയെ നോക്കി ദേഷ്യപ്പെട്ടു. നിന്റെ ഭാര്യയെ നിനക്ക് ഒട്ടും വിശ്വാസമില്ല അല്ലേ മോനെ? എന്തൊരു കഷ്ടമാണ് നോക്കിയേ. മഹാലക്ഷ്മി അവനെ നോക്കി പുച്ഛിച്ചു. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. ഈ മഹാലക്ഷ്മിയുടെ നേർക്ക് ആര് വിരൽ ഞൊടിച്ചാലും ഒക്കെ വെറുതെയാ മോനെ. എന്നെ തോൽപ്പിക്കാനായിട്ടില്ല നീയും നിന്റെ ചേട്ടനും ഒന്നും. തീയിൽ കുരുത്തവളാടാ ഈ മഹാലക്ഷ്മി. അങ്ങനെ പെട്ടെന്നൊന്നും വാടാൻ പോകുന്നില്ല. എൻ്റെ വാക്കുകൾ നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ അനാഥപ്പെണ്ണിൻ്റെ കയ്യും പിടിച്ചിറങ്ങിപ്പോയപ്പോൾ ഹരി ഓർത്തിരുന്നില്ല മൂർഖൻ പാമ്പിനെയാണ് അവൻ നോവിച്ചു വിട്ടതെന്ന്. എൻ്റെ യാതൊരുവിധ സ്വത്തുവകകളിലും അവനൊരു അവകാശവുമില്ല. ഇറക്കി വിട്ടത് തന്നെയാണ് ഞാൻ അവനെ. ഇനി മേലിൽ എൻ്റെ കുടുംബത്തിൻ്റെ പടി ചവിട്ടരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുമുണ്ട്. ഒന്നുമായിട്ടില്ല, അറിയാൻ പോകുന്നേ ഉള്ളൂ അവൻ ഈ മഹാലക്ഷ്മിയെ. അനിരുദ്ധന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി മഹാലക്ഷ്മി മുരണ്ടു. അമ്മേ, അതേടാ നിൻ്റെയൊക്കെ അമ്മ തന്നെയാ. ഹരി എന്താണ് എന്നെപ്പറ്റി കരുതിയത്? അവൻ ചിന്തിക്കുന്നതിലും അപ്പുറം ഞാൻ ചിന്തിച്ച് തീരുമാനമെടുത്തു കഴിയും. എന്തിനാണമ്മ ഇങ്ങനെയൊക്കെ അവനോട് പെരുമാറുന്നത്? ആ പെൺകുട്ടി അവളൊരു പാവമാണ്. ഹരിക്ക് അവളോട് താല്പര്യം തോന്നിക്കാണും. സ്വത്തും പണവുമൊക്കെ ഇട്ടുമൂടാനുള്ളത് നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇനി ഇളയ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെടുത്ത് എന്ത് ചിലവ് നടത്താനാ അമ്മയ്ക്ക്? ധിക്കാരം, അതെനിക്കിഷ്ടമല്ല. അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഹരി. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കാൻ വയ്യെങ്കിൽ പോട്ടടാ. അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ, ഒന്ന് ജീവിച്ച് കാണിക്കട്ടെ. ഇപ്പം തൽക്കാലം നീ അപ്പുറത്തേക്ക് വന്നേ. മോൾ അവിടെ തനിച്ചാ നിൽക്കുന്നത്. അവർ പറഞ്ഞതും അനിരുദ്ധൻ പിന്നീട് ഒരു അക്ഷരം പോലും പറയാതെ അമ്മയുടെ പിന്നാലെ ഐശ്വര്യയുടെ അടുത്തേക്ക് പോയി. സ്റ്റാഫിൽ ചിലരൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ട്. ഇത്തിരി അഹങ്കാരത്തിലാണ് മറുപടി പറയുന്നത് പോലും. ഇത് അധികനാൾ നീണ്ടുപോകില്ല, ഉറപ്പാ. അനി കണക്ക് കൂട്ടി. മഹാലക്ഷ്മിയാണെങ്കിൽ ഐശ്വര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഇന്നലെ വരെയും തൻ്റെ ഹരിയിരുന്ന കസേരയിലേക്കാണ് കൂളായിട്ട് അമ്മ ഐശ്വര്യയെ പിടിച്ചിരുത്തുന്നത്. അനിരുദ്ധൻ അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? അവൻ ഓർത്തു. കമ്പനിയുടെ വിവരങ്ങളൊക്കെ അമ്മ ഐശ്വര്യയെ ധരിപ്പിക്കുന്നുണ്ട്. അവളും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പ്രഹസനമൊക്കെ കണ്ടിട്ട് അവന് കലി കയറി. ദേഷ്യത്തിൽ അവരുടെ അടുത്തു നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൻ. അപ്പോഴേക്കും തലേ ദിവസത്തെ പോലെ തന്നെ അന്നും ഭദ്രയെ ബീന ചേച്ചിയുടെ അടുത്താക്കിയ ശേഷം ഹരി ആരെയൊക്കെയോ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു. കാണേണ്ടത് മറ്റാരെയുമല്ല, തങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മൊത്തം ട്രാൻസാക്ഷൻസ് നടത്തുന്നത് സിറ്റിയിലെ പ്രധാന ശാഖയായ കാനറ ബാങ്ക് വഴിയാണ്. അവിടുത്തെ ബാങ്ക് മാനേജറുമായി ഹരി നല്ല അടുപ്പത്തിലാണ്. ഒരാഴ്ചയിൽ തന്നെ കോടികളുടെ ബിസിനസ് ഇടപാടാണ് അവിടെ നടക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഹരി ബാങ്കിലേക്ക് പോകാറുണ്ട്. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹരി ആ മാനേജരെ കണ്ട് ഒന്ന് സംസാരിക്കുവാനാണ് പോകുന്നത്. എന്തൊക്കെയായാലും ഇത്തിരി ഫണ്ട് ഇറക്കേണ്ടി വരും. 50 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞതില്ലാതെ തനിക്കിത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. ഒരു ഓടി എടുക്കുവാനായിരുന്നു അവൻ്റെ പദ്ധതി. ഓട്ടോറിക്ഷയിൽ ബാങ്കിൻ്റെ മുമ്പിൽ ചെന്നിറങ്ങുമ്പോൾ ഹരി ഓർത്തത് എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് സ്വന്തമാക്കണമെന്നായിരുന്നു.
2-3 ദിവസങ്ങളായിട്ട് ഒരു വാഹനമില്ലാത്തതിനാൽ അവൻ ഏറെ വലയുകയാണ്. എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ സ്വന്തമായി ഒരു കാർ അത്യാവശ്യമാണെന്ന് അവന് തോന്നി. കാനറ ബാങ്ക് മാനേജരായ ഫിലിപ്പ് മാനുവലിനെ കാണുവാനായി അക്ഷമനായി വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ഹരിയുടെ മനസ്സിൽ 100,000 ചിന്തകളായിരുന്നു ഉടലെടുത്തത്. സമയം അപ്പോൾ 1 മണിയാകുന്നു. അധികം ആളുകളൊന്നും ഫിലിപ്പിനെ കാണുവാനായി ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കയറിക്കണ്ട് സംസാരിച്ചിറങ്ങാമെന്നായിരുന്നു അവൻ്റെ ധാരണ. എന്നാൽ അകത്താരോ ഉണ്ടെന്നും 2:30 വരെ സാറ് ബിസിയാണെന്നുമായിരുന്നു ബാങ്കിലെ ഒരു ജീവനക്കാരൻ വന്ന് ഹരിയോട് പറഞ്ഞത്. എന്തോ അത് കേട്ടപ്പോൾ ഹരിക്ക് വല്ലാത്ത നിരാശ തോന്നി. ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു അവൻ അവിടേക്ക് കയറി വന്നത്. ഫിലിപ്പിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായി പറയുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അയാൾ കണ്ടുപിടിച്ച് തരുമെന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ അതൊന്നും സാധിക്കാതെ ബാങ്കിൻ്റെ പടിയിറങ്ങുമ്പോൾ വേദനയാൽ ഹരിയുടെ ഉള്ളം നൊന്തു. ഒരു ഓട്ടോ വിളിക്കുവാനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ബാങ്കിലെ അക്കൗണ്ടൻ്റായ ശോഭന മാഡത്തെ അവൻ കണ്ടത്. ഹലോ ഹരി. ആ മാഡം, ഇന്നെന്താ ലേറ്റായോ? അവൻ പുഞ്ചിരിയോടെ അവരെ നോക്കി. അല്ലെന്നേ, എൻ്റെ മോളുടെ സ്കൂൾ വരെ ഒന്ന് പോണായിരുന്നേ. പിന്നെ എന്തൊക്കെയുണ്ട് ഹരി വിശേഷങ്ങൾ? ഇന്ന് മൊത്തത്തിൽ കുടുംബക്കാർ മുഴുവൻ ബാങ്കിലുണ്ടല്ലോ. അമ്മ കാലത്തെ വന്നായിരുന്നു, പോയോ ആവോ? അവരത് പറയുമ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അമ്മയോ? അമ്മ ബാങ്കിലും വന്നിരുന്നോ? മഹാലക്ഷ്മി മാഡം കാലത്തെ വന്നതാ. ഏകദേശം ഒരു 15:45 ആയപ്പോൾ. ആ നേരത്തായിരുന്നു ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിയത്. അമ്മ ഒറ്റയ്ക്കാണോ വന്നത്, അതോ അനിയേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ? അനിരുദ്ധനെ കണ്ടിരുന്നില്ല, മാഡം തനിച്ചേ ഉള്ളൂ. ആ പിന്നെ അനിരുദ്ധൻ്റെ വൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയെയും കൂട്ടിയാ മാഡം വന്നത്. ശോഭന പറയുന്നത് കേട്ടുകൊണ്ട് ഹരി തലകുലുക്കി. അപ്പോൾ ഫിലിപ്പ് മാനുവലിൻ്റെ തിരക്കിൻ്റെ കാരണക്കാര് അവരാണെന്ന് അവൻ ഏകദേശം ധാരണയായി. ഇത്രമാത്രം അടുപ്പം തന്നോടുണ്ടായിട്ടും തിരക്കാണെന്ന് പറഞ്ഞ് ഫിലിപ്പ് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് ഹരിക്ക് 100% വ്യക്തമായിരുന്നു. തക്കതായ എന്തെങ്കിലും കാര്യമില്ലാതെ ഫിലിപ്പ് തന്നോടിങ്ങനെ പ്രതികരിക്കാറില്ല. വരട്ടെ, നോക്കാം. ആവശ്യക്കാരന് ഔചിത്യം പാടില്ലെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഫിലിപ്പ് വിളിക്കുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നാളെ ഒന്നുകൂടി വരാം. ഹരി കണക്ക് കൂടി. ശോഭന ചേച്ചിയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. പരിചിതമായ മുഖങ്ങളിൽ പലർക്കും വഴിവിൽക്കി കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഹരിയെ കാണുമ്പോൾ ചെറിയൊരു അങ്കലാപ്പ് പോലെ. അവൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നുപോയി. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് തന്നെ നടക്കണം, അതായിരുന്നു അവൻ്റെ തീരുമാനം. ഫദ്രയുടെ പ്രചോദനമേറിയ വാക്കുകൾ ചെറുതൊന്നുമല്ല അവനെ മാറ്റിയത്. അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവൻ്റെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ പ്രാണനാണ് ഫദ്ര. അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് പറ്റില്ലെന്നായി. ഫോണെടുത്ത് ബീന ചേച്ചിയെ ഒന്ന് വിളിച്ചു. ആദ്യത്തെ 2 തവണയും ബെല്ല് പൂർണ്ണമായി അടിച്ചിട്ടും അവരുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ ഹരി ചെറുതായി ഒന്ന് പേടിച്ചു. തുടരും.